ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുജിത് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 0.25% ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്കും ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ടേക്ക് ഓവർ ഡാറ്റയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു US വിപണികളിൽ കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് സൂചിക്ക് മാത്രം ഒരു 0.48% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചപ്പോൾ ബാക്കിയുള്ള സൂചികളിലൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും ഒരു ഇടിവുമായിരുന്നു കാണാൻ സാധിച്ചത്. നാസ്ഡാക്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു ടെക് ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉള്ള ഒരു റാലി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പല രീതിയിലുള്ള വാർത്തകളും US നിന്ന് വരുന്നു. ഓപ്പൺ എയും ആമസോണുമായിട്ടും ഒക്കെ ഏകദേശം $38 ബില്യൺ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് നിലവിൽ നാസ്ഡാക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ആമസോണിൻ്റെ ഒക്കെ ഒരു ഷെയറിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഏകദേശം 5% ഒരു നേട്ടമായിരുന്നു ആമസോണിൻ്റെ ഓഹരിയിലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ വിപണികളും ഏഷ്യൻ വിപണികളും ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാണാനും സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റപ്പിനെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഖിൽ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ പൊതുവെ ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സാധാരണ ടോപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചെറിയൊരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ എനിക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ പേജ് ഇൻഡസ്ട്രീസ് ആയാലും ഡിക്സൺ ടെക്നോളജീസ് ആണെങ്കിലും നമ്മൾ ഇതിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇതിനകത്ത് പറയുമ്പോഴോ നമ്മൾ സെബിയുടെ മാൻഡേറ്റ് പ്രകാരം നമ്മളൊരു പേഴ്സണൽ ഡിസ്ക്ലോഷർ ചെയ്യണം എന്ന് പറയാറുണ്ട്. നമ്മൾ ഏത് സ്റ്റോക്ക് പറയണമെങ്കിലും അതിൻ്റെ ഡിസ്ക്ലൈമറും പറയണം, ഡിസ്ക്ലോഷറും പറയണം. ഡിസ്ക്ലൈമർ എന്താ? നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, അഡ്വൈസ് അല്ല, സോളിസിറ്റേഷൻ അല്ല, നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ ഡിസ്ക്ലൈമർ ആയിട്ട് പറയുമ്പോൾ, ഡിസ്ക്ലോഷർ എന്താ വെച്ചാൽ നമ്മളോ നമ്മുടെ റിലേറ്റീവ്സോ നമ്മൾ ഈ ഷെയറിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പം നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത പേജ് ഇൻഡസ്ട്രീസും ഡിക്സണും ഒക്കെ വന്നപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടുള്ള ഈവൻ ബ്ലൂ ഡാർട്ടും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ്സും ചിലപ്പോൾ എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പം ഞാനൊരു ഡിസ്ക്ലോഷർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇമീഡിയറ്റ് ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫാവാം, മകനാവാം, അമ്മയാവാം, ഇതാരുടെയെങ്കിലും DP അക്കൗണ്ടിൽ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത്ര കൊല്ലമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മുഖവരയ്ക്ക് എടുക്കാതിരിക്കുക. ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ആൻഡ് ഈ പറയുന്ന പോലെ എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും അതിനൊരു ബയസ് ഉണ്ടാവും, ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഡിസ്ക്ലോഷറും കൂടെ കൊടുക്കാറാണ് നമ്മുടെ ഒരു എഡിറ്റോറിയൽ പോളിസി. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഫെയർനെസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് മെൻഷൻ ചെയ്യുമ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ വീഡിയോ, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസമായിട്ടുള്ള ഓപ്പണിംഗ് അവേഴ്സിൻ്റെ വീഡിയോയുടെ താഴെ നമുക്ക് പല കമൻസും കിട്ടുന്നുണ്ട്. സാറ് ഈ മൾട്ടി ബാഗർ സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നു, സാറിൻ്റെ ജീവിതത്തിൽ ഫെയിലേഴ്സ് ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ സാറിൻ്റെ എല്ലാ സ്റ്റോക്കുകളും സക്സസ് ആണല്ലോ, ലോസുകളൊന്നും ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്ക്ലോഷറാണ് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഓപ്പണിംഗ് അവേഴ്സിൽ ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കും ഫെയർ ഷെയർ ഓഫ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഫെയിലുവേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് എനി അതർ ഹ്യൂമൻ ബീങ്. ഇപ്പോൾ എൻ്റെ 25 കൊല്ലം തൊട്ട് 30 കൊല്ലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളും ഫെയിലുവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ പുസ്തകങ്ങൾ വാറൻ ബഫേയുടെയും പീറ്റർ ലിഞ്ചിൻ്റെയും ലോർഡ് മേനാർഡ് കെയ്ൻസിൻ്റെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെ ലൈഫ് സൈക്കിളിലും അതുണ്ട്. അതായത് നമ്മൾ മിസ്റ്റേക്സ് തുടക്കത്തിൽ ഒരുപാട് ചെയ്യും, ബട്ട് നോ മിസ്റ്റേക്സ് മെയ്ഡ്, ഓൺലി ലെസൺസ് ലേൺഡ് എന്നാണ് സാറിന് പറയുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ ഒരു ട്യൂഷൻ ഫീ, നമ്മളിത് എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ പോകണമെങ്കിൽ കുറേ കാശ് ചിലവാകില്ലേ? അപ്പം നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് എടുത്തതിൻ്റെ ഒരു നഷ്ടം അല്ലെങ്കിൽ ഫീസ് പെയ്തതായിട്ട് കണക്കാക്കിയാൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പൈസ പോയത് പോയി എന്നുള്ളത് വാസ്തവം തന്നെ, ബട്ട് അങ്ങനെ കണക്കാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർവേഡ് ലൈഫിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് കുറയ്ക്കാം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററിന് പോലും മാർക്കറ്റിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ മിസ്റ്റേക്സിൻ്റെ എണ്ണം എങ്ങനെ കുറയ്ക്കാമെന്നുള്ള, അതായത് ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു, അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഞാനും അത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടതേ വശത്ത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സക്സസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സോ ട്രേഡിങ്ങോ മാത്രം എഴുതി വയ്ക്കുക. നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഫെയിലുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പൈസ ലൂസ് ചെയ്ത ട്രേഡ്സ് എഴുതി വയ്ക്കുക. നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, വലതുവശത്തെ പേപ്പർ കീറി നോക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ പൈസ എവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് എത്തിയില്ല
ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന മിസ്റ്റേക്സ് ആണ് നമ്മുടെ സക്സസിനെയും കൂടെ ഈറ്റ് ചെയ്തുകൊണ്ട് പോയത്, അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോയെന്നുള്ള, അത് ഒരു തിര പോലെ അതിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള. അപ്പം മിസ്റ്റേക്സ് ആണ് നമ്മുടെ പ്രശ്നം. അപ്പം മാർക്കറ്റിൽ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം മാർക്കറ്റ് അത്രയ്ക്ക് ഇറാറ്റിക് ആയിട്ടുള്ള വോളറ്റൈൽ ആയിട്ടുള്ള എക്സെൻട്രിക് സിസ്റ്റമാണ്. നമ്മളാണെങ്കിൽ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ IQ ഒന്നും നമുക്കില്ലെന്ന്. അപ്പം മിസ്റ്റേക്സ് നമുക്ക് സംഭവിക്കും. പക്ഷെ കഴിവതും മിസ്റ്റേക്സിൻ്റെ എണ്ണം കുറയ്ക്കുക. ഒരു പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഒരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ ഒരു സ്റ്റോക്കോ കിട്ടുമ്പോൾ ആ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കി, ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻസ് നോക്കിയിട്ട് നമ്മൾ നോക്കണം, ഈ കളി കളിച്ചാൽ ഞാൻ 50% മുകളിലെങ്കിലും ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കളി കളിക്കാൻ പോകാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ 50% പോലും ഇതിനകത്ത് ചാൻസ് ഇല്ല, ഇതൊരു ബ്ലൈൻഡ് ഗെയിമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളിക്കാൻ പോകരുത് എന്നുള്ള. അപ്പോൾ എനിക്കും ഈ പറയുന്ന പോലെ, എനിക്ക് അന്ന് മാത്രമല്ല, അന്ന് ഒരുപാട് ലോസുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ലോസുള്ള സ്റ്റോക്സ് ഉണ്ട്, ഇപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ലോസുകളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില ലോസുകളെ പേടിക്കാറില്ല, ചില ലോസുകളെ നന്നായിട്ട് പേടിക്കാറുണ്ട്. കാര്യം ഒരു സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ അതിനുള്ള കാരണം കണ്ടുപിടിക്കണം. അതിൻ്റെ കാരണം നമുക്കറിയാം. ചിലപ്പോൾ ഒരു സൈക്കിളിൻ്റെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിലെ പ്രോബ്ലം കൊണ്ടോ, ഇപ്പോൾ US ടാരിഫിൻ്റെ പ്രോബ്ലം കൊണ്ടോ ടെമ്പററി ആയിട്ടാണ് നമുക്കത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പേടിക്കാനില്ല, നമുക്ക് കുറേയൊക്കെ സഹിച്ചു പോകാം. എന്നാൽ മാനേജ്മെൻറ്റിലെ കയ്യിലിരിപ്പ് കൊണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റിലെ P&L ക്യാഷ് ഫ്ലോയിലെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അത് വേണ്ട സമയത്ത് നമ്മൾ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ലോസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്യാം. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗെയിൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആ ഗെയിനിന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. അത് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ടാണ്. ഒരു കൊല്ലത്തിനുള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നും അതിന് മുകളിലോട്ടാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും എന്നും പറയും. ഇത് 2 രീതിയിലാണ് ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 20%, മറ്റേത് ലോങ് ടേം എന്ന് പറഞ്ഞാൽ 12.5% എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് 12 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ, 12 കൊല്ലത്തിന് മുകളിലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ലോസ് ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഞാനൊക്കെ സാധാരണ വെച്ചാൽ ഒരു ദിവസം അതിനെ ബുക്ക് ചെയ്ത് ലോസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ആ സ്റ്റോക്ക് വീണ്ടും ഞാൻ ബൈ ചെയ്യും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ ആ ലോസ് നിങ്ങളുടെ P&L കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോസസ്, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ ഈ ലോസസിനെ നിങ്ങൾ ക്വാണ്ടിഫൈ ചെയ്ത് നിങ്ങൾ ഇൻകം ടാക്സിന് പറയുകയാണെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ലോസുകൾ 7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലത്തേക്ക്, 7 കൊല്ലമാണ് സാറ് നമ്മൾ പറയുന്നത്, 7 കൊല്ലത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലമോ അതിൻ്റെ അടുത്ത കൊല്ലമോ അല്ലെങ്കിൽ ഇനിയുള്ള 7 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ടാക്സിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാം. അതിനെയാണ് ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും ലോസ് വരുമ്പോൾ. പിന്നെ ലോസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഡിസ്ക്ലോസ് ചെയ്തു. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ലോസ് ഉണ്ട്, ലോസുള്ള സ്റ്റോക്സ് ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ദിവസം നമ്മൾ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ പറയുമ്പോൾ അതും കൂടെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. പിന്നെ എന്തുകൊണ്ട് പോർട്ട്ഫോളിയോയിൽ ഈ പറയുന്ന പോലെ ഭേദപ്പെട്ട ഒരു റിട്ടേൺ നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മളൊരു 6 or 7 സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ആ പോർട്ട്ഫോളിയോ ഫ്രെയിം ചെയ്യുന്ന സ്ട്രാറ്റജി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് സ്റ്റോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുമെന്ന് ഹൈ കൺവിക്ഷനും എക്സ്പെക്റ്റേഷനുള്ള സ്റ്റോക്സിൽ എത്രത്തോളം അലോക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ 7 or 8 സ്റ്റോക്കിൽ എല്ലാത്തിലും ഒരുപോലെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ കൊടുത്ത് നിങ്ങൾക്ക് ലോസ് ആയിട്ടുള്ള സ്റ്റോക്കിൽ നിങ്ങളുടെ അലോക്കേഷൻ കുറവാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നന്നായിട്ട് പെർഫോം ചെയ്യാം. ആ ലോസും കൂടെ ഇൻബിൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. 2, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ ലോസ് വരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ലോസ് വരുന്ന സ്റ്റോക്കുകൾ, ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എത്ര സ്റ്റോക്സ് എടുത്താൽ, അതായത് ഒരു ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് എത്ര സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഒരു 2-3 ഫെയിലുവർ ആയാലും മറ്റേത് വെച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി വേണം. അതിനെ നമ്മളൊരു മാത്തമാറ്റിക്കലി നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കണക്ക് നോക്കണം. ഇത് രണ്ടും പൊളിഞ്ഞു പോയാലും, ഇത് 20% വീഴുകയാണെങ്കിലും ഇപ്പുറത്ത് 30% അല്ലെങ്കിൽ 40% കയറുകയാണെങ്കിൽ എനിക്ക് വലിയ നഷ്ടമില്ലാതെ ആവും എന്നുള്ളൊരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എത്ര സ്റ്റോക്സ് വേണം, എത്രയാണ് അതിൻ്റെ അലോക്കേഷൻ, എത്രയാണ് കോൺസെൻട്രേഷൻ, എത്രയൊക്കെ നല്ല സ്റ്റോക്ക്, എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യണം, ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഈ ലോസസ് എന്ന് പറയുന്നത് എനിക്കും ഉണ്ട്, നിങ്ങളെപ്പോലെ തന്നെ അതും യാതൊരു സംശയമില്ല സാധാരണ മനുഷ്യൻ തന്നെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു.
വിചാരിക്കുന്നത്. നിഖിൽ എന്തോ ചോദിക്കാൻ വന്നപ്പോൾ നഷ്ടം നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. ഏതെങ്കിലും ഒരു സ്റ്റോക്കുകളിലൊക്കെ സ്വാഭാവികമായിട്ട് ഒരു നഷ്ടം വരാം. പക്ഷെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വെച്ചിട്ട് ആ ഒരു നഷ്ടത്തെയും കൂടി ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു മികച്ച ഒരു പോർട്ട്ഫോളിയോ എന്നതല്ലേ സാറിൻ്റെ? നിഖിൽ, യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം എന്തായിരിക്കും അറിയോ? എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ നഷ്ടം? ഒരു സ്റ്റോക്ക് പിടിച്ച് അത് താഴേക്ക് പോവുകയാണെന്ന് വെക്കുക. അത് എന്ത് കാരണങ്ങൾ കൊണ്ടാവട്ടെ, അതായത് ടെമ്പററി ഇഷ്യൂ ഉണ്ടാവാം, പെർമനന്റ് ഇഷ്യൂ ഉണ്ടാവാം. ഞാൻ അതിനെയല്ല പേടിക്കുന്നത്. ഞാൻ ഏറ്റവും പേടിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് കയറുന്നില്ല. നല്ല സ്റ്റോക്കാണ്, പക്ഷേ നമ്മൾ അതൊരു ബാഡ് ടൈമിൽ കയറി. അതൊരു ഓവർ വാല്യൂഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ, അതായത് ഈ എക്കണോമിക് സൈക്കിളിൽ മെറ്റൽസിന് അധികം ഗുണമില്ല, അല്ലെങ്കിൽ സിമെന്റിന് വലിയ ഗുണമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അറിയാതെ ആ കമ്പനിയിൽ ടെംപ്റ്റഡ് ആയിട്ട് നമ്മളങ്ങ് കയറിപ്പോയി ഇൻവെസ്റ്റ് ചെയ്തു. സ്റ്റോക്ക് നല്ലതാണ്, ക്വാളിറ്റി ബിസിനസ്സാണ്, അതിന് യാതൊരു പ്രശ്നമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ പൈസ കംപ്ലീറ്റ് അതിൽ ലോക്കാവുകയും ജനറൽ മാർക്കറ്റും നമ്മൾ ഇനി മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോക്സും ഒക്കെ ഭയങ്കരമായിട്ട് കയറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ്. സ്റ്റോക്ക് താഴെ പോകുന്നതിൽ ഞാൻ ഒരിക്കലും പേടിക്കാറില്ല. പക്ഷെ നമ്മൾ മേടിച്ചു വച്ചിരിക്കുന്ന സ്റ്റോക്ക് അത് നമുക്ക് വിടാനും തോന്നുന്നില്ല, അതിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്നാൽ ഇതിലൊരു ബൈയിങ്ങും വരുന്നില്ല, കയറുന്നില്ല. എന്നാൽ നമ്മൾ ഇപ്പുറത്ത് നോക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്സ് 30% കയറുന്നു, 40% കയറുന്നു, 50% കയറുന്നു. നമ്മൾ അതിൻ്റെ പുറകെ പോവാതിരിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ഇത് നമുക്ക് വിൽക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, അതിനെ നമ്മൾ മാർക്കറ്റിൽ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് എല്ലാ നല്ല കാര്യങ്ങളും ആനുകൂല്യം, നിങ്ങളൊന്ന് ആലോചിച്ചു, നല്ല ഒരു ബുൾ മാർക്കറ്റിൽ ഏത് കണ്ണുപൊട്ടം മേടിക്കുന്ന സ്റ്റോക്സ്, അല്ലെങ്കിൽ ആര് മേടിച്ചാലും, ക്ഷമിക്കണം ഞാനിത് കണ്ണുപൊട്ടം എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്, സാധാരണ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ ആര് മേടിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിലും അത് കണ്ണും പൂട്ടി നമ്മളിങ്ങനെ മേടിക്കുന്നു, അതെല്ലാം കയറിപ്പോകുന്നു. എന്നാൽ നല്ല സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുന്നു. അവിടെയാണ് നമുക്ക് പ്രോബ്ലം പറ്റുന്നത് എന്നുള്ളത്. അതായത് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ 20 PE നോക്കിയ സ്റ്റോക്കുകൾ 50 PE ആയിപ്പോയി, ഇനി അതിട്ട് മേടിക്കാനും പറ്റില്ല, ആ ഓപ്പർച്യൂണിറ്റിയും പോകും. അങ്ങനെ ഒരു സ്റ്റോക്കിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അത് കോസ്റ്റ്ലി ആണല്ലോ, മേടിക്കണ്ട എന്ന് വെച്ച് എൻ്റെ കയ്യിൽ ലോസിൽ കിടക്കുന്ന, സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്ക് ഞാൻ വിറ്റില്ല. എന്നാൽ മറ്റേത് കോസ്റ്റ്ലി ആയി തന്നെ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് ഒരിടത്തും അനങ്ങുന്നുമില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിനി ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മൾ നോക്കുമ്പോൾ S&P 500 0.17% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.46% അപ്പായിരുന്നു, ഡൗ ജോൺസ് 0.48% അപ്പായിരുന്നു. ഇപ്പോൾ പലാന്റർ ആക്ച്വലി ഏതോ ഒരെണ്ണം മൈനസ് ആയിരുന്നു എന്നാണ് അല്ലേ? ഡൗ ജോൺസ് 0.48% ഡൗൺ, ഡൗ ജോൺസ് 0.48% ഡൗൺ ആയിരുന്നു എന്നുള്ള. എന്നാൽ നാസ്ഡാക്കും S&P 500 പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അല്ലേ? പലാന്റർ എന്ന് പറയുന്ന സ്റ്റോക്ക് 3% അപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊന്ന് നിഖിൽ അത് മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. ആമസോണിന്റെ ഷെയർസ് +4% അപ്പായിരുന്നു. അതായത് ആമസോൺ ഒരു ഡീല് OpenAI, അതായത് ChatGPTയുടെ ഫൗണ്ടറാണ് ഈ OpenAI അല്ലേ? ഈ OpenAIയും ആമസോൺ വെബ് സർവീസും നമ്മളൊരു ഡീൽ വന്നേക്കുന്നു. $38 ബില്യൺ ഡീലാണ് വന്നേക്കുന്നത് 7 കൊല്ലത്തേക്ക്. അതെന്താണെന്ന് വെച്ചാൽ OpenAI, അതായത് ഫൗണ്ടേഴ്സ് ഓഫ് ChatGPT will invest $38 billion in Amazon Web Service till 2032. അതായത് ഇനിയുള്ള 5 കൊല്ലത്തേക്ക്, അതായത് $38 ബില്യൺ 7 കൊല്ലത്തേക്ക് ആമസോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആമസോണിൻ്റെ വെബ് സർവീസിൽ hundreds of thousands of GPUs ഉണ്ട്. GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് പ്രോസസർ യൂണിറ്റ്സ്, അത് NVIDIAയുടെ GPUs ആണ്. ആമസോണിൻ്റെ വെബ് സർവീസിൽ കംപ്ലീറ്റ് അങ്ങനത്തെ GPUs ഉണ്ട്. അപ്പോൾ OpenAI അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടും ആപ്ലിക്കേഷൻസിനും സോഫ്റ്റ്വെയറും വേണ്ടിയിട്ട് ആമസോണിൻ്റെ ഈ വെബ് സർവീസ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ പുറകിൽ കുറേ NVIDIA ചിപ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയാൻ പറ്റുന്നത്. അതായത് ഈ OpenAIക്ക് അവരുടെ AIക്ക് വേണ്ടിയിട്ട് ആ ലേറ്റസ്റ്റ് AI മോഡൽസ് ട്രെയിൻ ചെയ്യാനും റൺ ചെയ്യാനും വളരെ വലിയ ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അവർക്ക് വേണം എന്നുള്ള, പവർ വേണം, റിസോഴ്സസ് വേണം, ആ ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ വേണം OpenAIയുടെ ഈ ChatGPT പോലത്തെ AI മോഡൽസ് റൺ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ആമസോണിൻ്റെ ക്ലൗഡിൽ കിടക്കുന്ന ഈ GPUs, അതായത് ആരുടെ GPUs? NVIDIAയുടെ GPUസിൻ്റെ ആവശ്യം അവർക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ OpenAI ആമസോണിന് $38 ബില്യൺ ഒരു 7 കൊല്ലത്തെ ഡീല് സൈൻ ചെയ്തു എന്നുള്ളത്. എന്തുകൊണ്ട് OpenAI ആമസോണായിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, പണ്ട് OpenAIക്ക്
ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിരുന്നത് മൈക്രോസോഫ്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. മൈക്രോസോഫ്റ്റ് അജൂർ AZURE എന്ന് പറയുന്ന ആ വെബ് ആൻഡ് ക്ലൗഡ് സർവീസസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നതെന്നുള്ള. അടുത്ത കാലത്തായിട്ട് ഓപ്പൺ AI ആ എക്സ്ക്ലൂസിവിറ്റി മൈക്രോസോഫ്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസിവിറ്റി കട്ട് ചെയ്തിട്ട് പല കമ്പനികളായിട്ട് അവർ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോണു എന്നുള്ളത്. അതായത് മൈക്രോസോഫ്റ്റ് ഉണ്ടായിരുന്നു, ഒറാക്കിളായിട്ട് വന്നു, ഗൂഗിളായിട്ട് വന്നു, ആമസോണായിട്ട് വന്നു. അതായത് ഓപ്പൺ AI അവരുടെ AI ഇൻഫ്രാസ്ട്രക്ചർ പലരായിട്ട് ഡിവൈഡ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഹെവി കമ്പ്യൂട്ടിംഗ് ആക്ടിവിറ്റീസിനും അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും റൺ ചെയ്യാനും ഈ എല്ലാ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചറും യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു വശം എന്ന് വെച്ചാൽ സ്ലോലി ആൻഡ് സൈലൻ്റ്ലി ഇഫ് യു ലുക്ക് അറൗണ്ട്, നമ്മൾ ഈ പറയുന്ന AI കേപ്പബിലിറ്റീസ് ഉള്ള എല്ലാ കമ്പനികളും US ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് ഒരു സ്ട്രോങ്കർ എക്കോ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഏതെങ്കിലുമൊക്കെ സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്ത് അന്യോന്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അതിനകത്ത് ഒരു പാർട്ടായിട്ട് US ഫെഡറൽ ഗവൺമെൻറ്റും കൂടെ ചില സ്റ്റേക്കുകൾ സ്ട്രാറ്റജിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് അവർ വളരെ ശ്രദ്ധയോടെ, അതായത് അവരതിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യണമെന്ന് അറിയോ, നാഷണൽ അസറ്റായിട്ട്. അതായത് നമുക്കിതെല്ലാവർക്കും കൂടെ ചേർന്ന് കൈകോർത്ത് ഗവൺമെൻറ്റായിട്ട് ചേർന്ന് നിന്ന് ഇതിൽ കേപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഗ്രോത്തിൽ നമുക്കിതെല്ലാം നമ്മുടെ കൈക്കലാക്കാം എന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നതെന്നുള്ളത് നമുക്കറിയാലോ. പല റിപ്പോർട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ 2025 മാത്രം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡേറ്റാ സെൻറ്ററിൽ കമ്പനികളൊക്കെ കളക്റ്റീവ്ലി $371 ബില്യൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, 60 ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു 2030 തന്നെ ഏതാണ്ട് $5.2 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. $5.2 ട്രില്യൺ. എന്നാൽ ഇതിനകത്ത് വേറൊരു വശം എന്നറിയും. ഇതുവരെ ഇപ്പോൾ 2025 നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും $371 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ പോലും വരുന്ന റവന്യൂ എത്രയെന്നറിയോ, $60 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ. കൂടുതലും നമ്മൾ അതിൽ കാണുന്ന കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് റേസ് ചെയ്ത് അന്യോന്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. റവന്യൂ വേണ്ട രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു സോഴ്സസ് പറയുന്നത് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റിയിലേക്ക് ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ കേപ്പബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനികൾ എല്ലാവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്ട് $5.2 ട്രില്യൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ചില റിപ്പോർട്ടൊക്കെ പറയുന്നത് വെച്ചാൽ ഏതാണ്ട് 300 to അതിൻ്റെ കണക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കണ്ട. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ തിരിച്ചു വരണ്ടേ? അപ്പോൾ 2030 അറ്റ്ലീസ്റ്റ് $2 ട്രില്യൺ എങ്കിലും ഇവർക്ക് റവന്യൂ കിട്ടിയാൽ മാത്രമേ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ജസ്റ്റിഫൈ ചെയ്യുള്ളൂ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊരു ബബിൾ ആണ് എന്നുള്ളതും ചിലർ അബ്സല്യൂട്ട്ലി. അപ്പൊ ഇത് കാലം മാത്രമേ പറയാൻ പറ്റുള്ളൂ, നമുക്കറിയില്ലല്ലോ ഇതിപ്പോ ആയാൽ എന്ത് ചെയ്യും. അപ്പോൾ എന്തായാലും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ്, അവർ ഗവൺമെൻറ്റേയും കൂടെ സഹായത്തോടു കൂടിയാണ് അവരൊരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കി ഒരു നാഷണൽ അസറ്റായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഇതുവരെ അതിനനുസരിച്ചുള്ള റവന്യൂ അതിനകത്ത് വന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ കൊല്ലം മാത്രം $370 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കിട്ടിയതാവട്ടെ $60 ബില്യൺ 2030 വരെ പോകുമ്പോഴത്തേക്കും അത്രയും ഇൻവെസ്റ്റ് ചെയ്ത കാശിൻ്റെ എത്ര ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും? അതായിരിക്കും ഇവിടുത്തെ AI ബബിളിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ US എക്കോ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ്. ബട്ട് 2-3 കാര്യങ്ങൾ മാത്രം US കയ്യിൽ നിന്നിട്ടില്ല. ഒന്ന്, ഈ ചിപ്പുകളും സെമി കണ്ടക്ടേഴ്സും ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലായ റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഈ പറയുന്ന പോലെ ചൈനയുടെ കയ്യിലാണ്. 2, ഈ സെമി കണ്ടക്ടർ VLSI കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള ബ്രെയിനും വർക്ക് ഫോഴ്സും ഇന്ത്യയുടെ കയ്യിലാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ചിപ്പ് ഉണ്ടാക്കുന്നത് ഫൗണ്ടറിയിലാണ്. ആ ഫൗണ്ടറി തായ്വാന്റെ കയ്യിലാണ്, TSMC എന്ന് പറയുന്ന കമ്പനി. പിന്നെ സാംസങ്ങിൻ്റെ കയ്യിൽ, സൗത്ത് കൊറിയയിലും കയ്യിലുണ്ട്. ആ കാര്യം US കയ്യിലില്ല. 4, ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലിത്തോഗ്രാഫി മെഷീൻ, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത് EUV മെഷീൻ എന്ന് പറയുന്നത് ഡച്ച് കമ്പനിയായ ASML കയ്യിലാണ്. ഡച്ച് അല്ലെങ്കിൽ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ്സ് എന്ന് പറയും.
ഇത്രയും കാര്യങ്ങളാണ് US-ൻ്റെ വെളിയിലുള്ളത്. ബാക്കിയെല്ലാം US-ൻ്റെ ആ എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആ വാല്യൂ ചെയിൻ കയ്യിലുണ്ട് എന്നുള്ളതാണ്. റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യത്തിൽ അവർ പല രാജ്യങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് ചൈനയുടെ ഡിപ്പെൻഡൻസി അവർ കുറയ്ക്കും. എന്നാൽ ഈ പറയുന്ന പോലെ ഈ സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ ഇംഗ്ലീഷ് അറിയാവുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സെമി കണ്ടക്ടർ ചിപ്പ്. ഇന്നാൾ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ CCTVകളാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, ഈവൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും. അതിനകത്ത് അവർ സ്പെഷ്യൽ സെമി കണ്ടക്ടർ ചിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ ബാക്ക് ടു ബെയ്ജിങ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് സെമി കണ്ടക്ടർ ചിപ്പിന് നേരെ തിരിച്ചും ഇതിന് പണി തരാൻ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഓരോ സെമി കണ്ടക്ടർ ചിപ്പും ഡിസൈനും വരുമ്പോൾ അതിനകത്ത് ഏതൊക്കെ എംപ്ലോയീസിനെ ട്രസ്റ്റ് ചെയ്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അമേരിക്കൻ എംപ്ലോയീസിനെ വെച്ച് ചെയ്യുകയാണെങ്കിലോ 1 രൂപയുടെ ചിപ്പ് 100 രൂപയ്ക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചീപ്പായിട്ടുള്ള ലേബർ വർക്ക് ഫോഴ്സ് വേണം, എന്നാൽ ബുദ്ധിയുള്ള വർക്ക് ഫോഴ്സ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ലേബർ വേണം, ഇത് കൂടാതെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലേബറും വേണം. അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി കിടക്കണം. എങ്ങനെയാണ് നമ്മളത് ലിവറേജ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് നമുക്കിനി ഫ്യൂച്ചറിൽ തന്നെ കാണാം എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ള ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് വരുമ്പോൾ ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ട് പോകുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷട്ട് ഡൗൺ എൻറ്റേഴ്സ് ദ സെക്കൻഡ് ഡേ. ഇപ്പോൾ US 10-year ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 2 basis points അപ്പായിരുന്നു, 4.1% ആണ്. പിന്നെ ഓയിൽ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നമ്മൾ നെഗറ്റീവ് ആവാനോ പോസിറ്റീവ് ആവാനോട്ടോ ഒന്നുമില്ല, റേഞ്ച് ബൗണ്ടാണ്. $65 പെർ ബാരൽ എന്നുള്ള റേഞ്ചിൽ തന്നെ കറങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയിൽ വേറൊരു ഡേറ്റ വന്നേക്കുന്നു. വളരെ കുറവ് ഡേറ്റകൾ മാത്രമേ US-ൽ വരുന്നുള്ളൂ. നമുക്കറിയാം ഷട്ട് ഡൗൺ കാരണം ഇൻഫ്ലേഷൻ്റെ ഡേറ്റ ഇതിനു മുമ്പേ വന്നു, അതിൽ ഒരു 25 basis points റേറ്റ് കട്ടും സംഭവിച്ചിരിക്കുന്നു. വേറൊരു ഡേറ്റയും കൂടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡേറ്റകൾ വന്ന കാര്യം, ഒക്ടോബർ ISM പ്രിന്റ് എന്നാണ് അതിനെ പറയുന്നത്. ആ ISM പ്രിന്റ് വളരെ വീക്കായിട്ടാണ് വന്നേക്കണേ. അതായത് ഫോർ ദ 8th straight month കോൺട്രാക്ട് ചെയ്യാണ് ഈ ISM പ്രിന്റ് കാണിക്കുന്നത് എന്നല്ല. ഇപ്പോൾ ഈ ISM എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ISM എന്ന് പറയുന്നത്, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്ലി ഒരു സർവേ അവർ റിലീസ് ചെയ്യും. അതിന് കാണുന്നത് നമ്മൾ പറയുന്നത് എന്താ, മാനുഫാക്ചറിങ് PMI, അതായത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നാണ് PMI. ഈ മാനുഫാക്ചറിങ് PMIയുടെ ഡേറ്റ ഇവർ മന്ത്ലി റിലീസ് ചെയ്യും. ആ സർവേ ഇവർ റിലീസ് ചെയ്യും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ISM പ്രിന്റ് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ മാനേജ്മെൻറ്റിൻ്റെ പ്രിന്റ് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് എന്താണ്, അമേരിക്കയിലെ മാനുഫാക്ചറിങ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ആണ് ഈ ISM പ്രിന്റ് നമുക്ക് തരുന്നത്. അതിനകത്ത് നമ്മൾ എപ്പോഴും എബവ് 50 എന്ന് പറയുന്ന ഫിഗറിന് മുകളിലാണെങ്കിൽ മാനുഫാക്ചറിങ് ഈസ് എക്സ്പാൻഷറി ഫേസിലാണെന്ന് പറയും. 50 എന്ന് പറയുന്ന ഫിഗറിന് താഴെയാണെങ്കിൽ നമ്മൾ പറയും കോൺട്രഡിക്ടറി എന്ന്. കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ബിലോ 50 എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റീഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് എന്താ പറയുന്നത്, ഫോർ ദ 8th consecutive month ദ റീഡിങ് ഈസ് ബിലോ 50 എന്നാണ് കാണിക്കുന്നത്. അതായത് അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, ഫാക്ടറീസ് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പുതിയ ഓർഡേഴ്സ് ഒന്നും വലുതായിട്ടൊന്നും കിട്ടുന്നില്ല, കമ്പനീസ് ഹയർ ചെയ്യുന്നതും പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുമല്ല US കമ്പനികളുടെ എക്സ്പോർട്ടിൻ്റെ ഡിമാൻഡ് വീക്കായി തുടരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ISM പ്രിന്റിൻ്റെ ഡേറ്റ. 50 താഴെ 8th consecutive month തരുന്നു എന്ന് പറയുന്നതിൻ്റെ ഫൈൻ പ്രിന്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ ഈ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഈ 5-ാം തീയതി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും ലോങ്കസ്റ്റ് ഷട്ട് ഡൗൺ US-ലേതായിട്ട് മാറും. ട്രംപിൻ്റെ ഫസ്റ്റ് റെജീമിലായിരുന്നു, ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ഡേയ്സ് ഉണ്ടായിരുന്നത്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന. ഡെമോക്രാറ്റ്സ്, അതായത് ട്രംപിൻ്റെ ഒപ്പോസിഷൻ ആയിട്ടുള്ള സെനറ്റേഴ്സ് ട്രംപിൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ ട്രംപ് ആക്റ്റീവ്ലി തന്നെ ഈ ഷട്ട് ഡൗൺ എൻഡ് ചെയ്യാനായിട്ട് ടോക്സിലേക്ക് പോകണം ഡെമോക്രാറ്റ്സ് ആയിട്ട് എന്ന് ട്രംപിനോട് ഡെമോക്രാറ്റ്സ് പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ റിപ്പബ്ലിക്കനായ ട്രംപ് പറയുന്നത് വെച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രഷറിലൊന്നും വീഴില്ല, അതായത് ടോക്സ് ഇപ്പോഴും സ്റ്റെയിൽമേറ്റിലാണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഷട്ട് ഡൗൺ കാരണമുള്ള പ്രശ്നങ്ങൾ എന്നറിയോ, നമ്മുടെയൊക്കെ ഇന്ത്യൻസ് അവിടെ ഉള്ളവരെ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് അവരുടെ വിസയുടെ റീപ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഒരു പ്രോജക്റ്റിൽ നിന്ന് മാറി അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ തീർക്കേണ്ട ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ വിസ എക്സ്റ്റൻഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്നു. കാര്യം ഓഫീസുകളിൽ ആൾക്കാരില്ല, പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ വളരെ ഫ്യൂവർ നമ്പേഴ്സ് ആണെന്നുള്ളത്. എന്നാൽ ഡേറ്റ് അപ്രോച്ച് ചെയ്ത് വരുന്നു, അത് കഴിയുമ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല.
അതിനുവേണ്ടി മാത്രം അവർ വേറൊരു രാജ്യത്തേക്ക് എക്സിറ്റ് അടിക്കുക അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നിട്ട് അവർ തിരിച്ചു പോകേണ്ടി വരുമോ? ഇങ്ങനത്തെയൊക്കെ കൺഫ്യൂഷൻസ് ഇന്ത്യൻ ഡയോസ്പോറയുടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷനും ഡാറ്റയാണ്. ആ ഇൻഫോർമേഷനും ഡാറ്റയാണ് ശരിക്കും പറഞ്ഞ ഒരു രീതിയിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് യു എസ് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ഫെഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലേബർ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും റേറ്റ് കട്ട് എന്ന് പറഞ്ഞത്. എന്നാൽ ലേബർ ഡാറ്റകൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ആകെ വന്നിരുന്നത് CPI ഡാറ്റ മാത്രമായിരുന്നു ആ സമയം. ആ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡാറ്റ ലഭ്യമാകാത്തത് യു എസ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. പക്ഷേ അതാണ് അതിൻ്റെ റൂൾ എന്നുള്ളത്. അതായത് ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഇയർ ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 എന്നുള്ള, നമുക്കാണെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 എന്നുള്ള രീതിയിലേക്കാണ് അവസാനിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഏപ്രിൽ 1 തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫെബ്രുവരി 1 നമുക്ക് ബഡ്ജറ്റ് നടക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിനാൻസ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി എടുക്കണം. വാട്ട് ഇഫ് പാസ്സാക്കി എടുത്തില്ലെങ്കിൽ ദ ഗവൺമെന്റ് ഹാസ് ടു റിസൈൻ. ഇന്ത്യയിൽ പാർലമെന്റിൽ ഗവൺമെന്റ് ഇത് അവതരിപ്പിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ആ ഗവൺമെന്റ് താഴെ വീഴും എന്നുള്ളതാണ്. ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള അത്രയും എഫക്റ്റ് യു എസിൽ വരുന്നില്ല എന്നുള്ള. യു എസിനെ സംബന്ധിച്ച് ഗവൺമെന്റ് താഴെ പോകുന്നില്ല, കുറച്ച് ഡേറ്റ താമസിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഫിനാൻസ് ബില്ല് പാസ്സായില്ലെങ്കിലുള്ള ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് ഈ ഡേറ്റ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് പാർലമെന്റ് ഒരു അതായത് ആലോചിക്കണം, യു എസും ഡെമോക്രസിയാണ്, ഇന്ത്യയും ഡെമോക്രസിയാണ്. ആ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഡയലോഗും ഡെലിബറേഷൻസിലും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അതിനകത്ത് വാശി പിടിക്കൽ നടക്കില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ തന്നെ ഗവൺമെന്റ് ഫിനാൻസ് ബില്ല് പാസ്സാക്കുന്ന ചില ഗവൺമെന്റുകൾക്കൊക്കെ ഭൂരിപക്ഷം രാജ്യസഭയിലും ഇല്ല എങ്കിൽ പോലും അവർ പാസ്സാക്കി എടുക്കുന്നത് എന്താ? അതാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ് എന്നാണ്. ഈഗോ ഇല്ലായ്മ, അതാണ് കുറച്ചുകൂടി ഓപ്പൺ പൊളിറ്റിക്സിന്റെ ഗുണം. ഇവിടെ ഈഗോ വരുന്നതുകൊണ്ടാണ് ആ പ്രോബ്ലം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ? ഇപ്പോൾ നാളെ മുതൽ, നമുക്ക് നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, നാളെ മുതൽ സുപ്രീം കോടതി ഈ ട്രംപിന്റെ ടാരിഫിന്റെ ലീഗാലിറ്റിയെക്കുറിച്ച് അവിടെ വാദം തുടങ്ങുകയാണ്. അതിൻ്റെ വെർഡിക്റ്റ് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നമുക്കറിയാലോ ഈ ട്രംപിൻ്റെ ടാരിഫിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ട്രംപ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രൊവിഷൻ. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 1977 ഒരു ലോ ഉണ്ട്. ആ ലോ അനുസരിച്ച് അദ്ദേഹം ഇത് നാഷണൽ എമർജൻസി ആയിട്ടാണ് ഈ ടാരിഫിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നാഷണൽ എമർജൻസി പറഞ്ഞുകൊണ്ട്, അതായത് ഈ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെപ്പൺസ് പ്രൊലിഫറേഷൻ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ സ്റ്റേറ്റ്സ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു ആക്ടിനെ എടുത്തിട്ടാണ് ട്രംപ് എമർജൻസി ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് IEEPA ആക്ട് ഓഫ് 1977 എന്താണ്? ഇന്റർനാഷണൽ എമർജൻസി എക്കണോമി പവർ ആക്ട്. ഇത് ഉപയോഗിച്ചാണ് ട്രംപ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള. അതായത് ട്രംപ് ഈ ട്രേഡ് ടാരിഫിനെ ഏതിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നാഷണൽ എമർജൻസി ആയിട്ട്. അങ്ങനെ നാഷണൽ എമർജൻസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ട്രംപ് ടാരിഫ് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്രംപ് ടാരിഫ് വെച്ചപ്പോൾ എന്തായി? ട്രംപ് എന്തുകൊണ്ടാണ് ടാരിഫ് വെച്ചത്? പല രാജ്യങ്ങൾക്കും അമേരിക്കയായിട്ട് ട്രേഡ് സർപ്ലസ് ഉണ്ട്. അമേരിക്കയെ യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കോർപ്പറേഷൻസിനെയും ബിസിനസ്സിനെയും സിറ്റിസൺസിനെയും കൊള്ളയടിക്കണമെന്ന് പറഞ്ഞാണ്. എന്നാൽ ഈ ടാരിഫ് വച്ചത് ആർക്കൊക്കെ ഇമ്പാക്ട് ചെയ്തു? അമേരിക്കയായിട്ട് ട്രേഡ് സർപ്ലസ് ഉള്ള രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, അമേരിക്കയായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത രാജ്യങ്ങൾക്കും ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങൾക്കും ഇത് അഫക്ട് ചെയ്തു എന്നുള്ള. ഇപ്പൊ സ്വിറ്റ്സർലൻഡ് അമേരിക്കയുടെ ഭൂരിഭാഗം പ്രോഡക്ട്സും സ്വിറ്റ്സർലൻഡിലേക്ക് എത്തുമ്പോൾ 0 ടാക്സിലാണ് അത് ആ രാജ്യത്തിലേക്ക്, സ്വിറ്റ്സർലൻഡിലേക്ക് കയറുന്നത്. എന്നിട്ടും സ്വിറ്റ്സർലൻഡ് എത്രയാണ് ടാരിഫ് വെച്ചേക്കുന്നത്? അമേരിക്ക 39% ആണ്. നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചോക്ലേറ്റ്സ്, ലിൻഡ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ടോബ്ലറോൺ, ഇതിനൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ടാരിഫ് അമേരിക്ക വെച്ചിരിക്കുകയാണ് സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ്സ്. അത് മാത്രമല്ല നമുക്കറിയാലോ എന്തൊക്കെ ടൈപ്പ് വാച്ച് മേക്കിംഗിൽ ഏറ്റവും വലിയ കൺട്രിയാണ് സ്വിസ്, അല്ലെ? റോളക്സ് വാച്ചസ്, ഒമേഗ വാച്ചസ്, ലോഞ്ചീൻസ് വാച്ചസ്, ഈ പറയുന്ന പോലെ കാർത്തിയെ, പാട്ടേക് ഫിലിപ്പ്, ഓഡിമസ് പിഗ്വേ, ഇങ്ങനെയുള്ള വാച്ചുകൾ ഉണ്ടാക്കുന്ന ഇതിനൊക്കെ ടാരിഫ് അമേരിക്ക വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാരിഫ് വെച്ചുമ്പോൾ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് വന്ന രാഷ്ട്രങ്ങൾക്കും കൂടെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നാട്ടിലെല്ലാം പറയുന്ന കാര്യം വെച്ചാൽ US പ്രസിഡന്റിന് യൂണിലാറ്ററലി ഇത് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമില്ല. പകരം ഇത് US കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പല ചെറിയ ചെറിയ കോർട്ടുകളും അങ്ങനെ തന്നെയാണ് ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ള. സുപ്രീം കോടതിയിൽ നാളെ മുതൽ ഇതിൻ്റെ വിചാരണ തുടങ്ങുകയാണ്. ഇതിൻ്റെ വെർഡിക്റ്റ് എങ്ങനെ വരും എന്നറിയില്ല. ഇത് വെർഡിക്റ്റ് ട്രംപിന് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ട്രംപ് വിൽ ബിക്കം മച്ച് മോർ പവർഫുൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും, നെഗോഷിയേറ്റിംഗ് പവർ കൂടും. അദ്ദേഹം എന്താ പറയുക, അമേരിക്കൻ സേവിയർ ആയിട്ട്, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു പ്രൊപ്പോണൻ്റ് ആയിട്ട്
അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഈ വെർഡിക്റ്റ് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഈ എല്ലാ ട്രേഡ് ടാരിഫുകളും റോൾ ബാക്ക് ചെയ്യണമെന്ന് മാത്രമല്ല എത്രയൊക്കെ പൈസ കളക്ട് ചെയ്തു എന്നുള്ളത് തിരിച്ചു കൊടുക്കുകയും വേണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ട്രംപ് എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യം എന്താ, ഈ ടാരിഫ് വയ്ക്കുന്നതുകൊണ്ട് 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുന്നത്. അതായത് ഒന്ന്, അമേരിക്കയ്ക്ക് ബെറ്റർ ഡീൽ കിട്ടും അല്ലേ, അതായത് ഈ പറയുന്ന പോലെ ആ ഡിസ്പാരിറ്റി, അതായത് ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന പല രാജ്യങ്ങളായിട്ടുള്ള ആ ഡിസ്പാരിറ്റി മാറിക്കിട്ടും. അത് അമേരിക്കൻ ബിസിനസ്സുകൾക്കും അമേരിക്കൻ എക്കണോമിക്കും അമേരിക്കൻ സിറ്റിസൺസിനും നല്ലതായിരിക്കും. ഇത് കൂടാതെ തന്നെ ഈ ടാരിഫ് കാരണം അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ അമേരിക്കയ്ക്ക് കിട്ടും. എത്ര? $3 ട്രില്യൺ റവന്യൂ അടുത്ത 10 കൊല്ലം കൊണ്ട് കിട്ടും എന്നുള്ള രീതി. അത് എത്രയാണ്? 266 lakh crore. $3 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ അടുത്ത് വരുന്ന GDP-യുടെ സൈസിന്റെ പൈസ ഇവർക്ക് ഈ എക്സ്ട്രാ ടാരിഫിൽ മാത്രം 10 കൊല്ലം കൊണ്ട് കിട്ടും എന്നുള്ള ഒരു അനുമാനത്തിലാണ് സാധനം മുന്നോട്ട് പോയതെന്നുള്ള. ഇതിപ്പോൾ നേരെ വെർഡിക്റ്റ് തിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രീതിയിൽ അതൊരു നെഗറ്റീവായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പൈസ, ഈ ടാരിഫ് റോൾ ബാക്ക് ചെയ്യണം, പൈസയും തിരിച്ചു കൊടുക്കണം എന്നുള്ള. പിന്നെ ഇതുകൂടാതെ വേറൊരു കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് ഇത് ബൈപ്പാസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതായത് വേറെ 2-3 റൂൾസ് ഉണ്ട്. അതായത് വേറെ സെക്ഷൻ പറയണതെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ട്രേഡ് ആക്ട് ഓഫ് 1974 സെക്ഷൻ 122 പ്രകാരം അദ്ദേഹത്തിന് 15% ടാരിഫ് 150 ദിവസത്തേക്ക് കൊണ്ടുവരാം. അത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്, ടാരിഫ് ആക്ട് ഓഫ് 1930 സെക്ഷൻ 338 ഉപയോഗിച്ച് വേണമെങ്കിൽ ഡിസ്ക്രിമിനേഷന്റെ പേരിൽ 50% ടാരിഫും വയ്ക്കാം എന്നുള്ള. അപ്പോൾ ഇത് വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റൂട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ ട്രംപിന്റെ വാശിക്ക് ഇത് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല എന്നുള്ള. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ 1883 കോടിക്ക് FIIs സെല്ലേഴ്സാണ്. ലാസ്റ്റ് 5 സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ FIIs 14,271 കോടിക്ക് സെല്ലർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഓരോ സെല്ലറിനും ഒരു ബയറുണ്ട്, അതുകൊണ്ടാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്ത് പോയി. എന്നിട്ട് മാർക്കറ്റ് എന്താ കയറാത്തത്, അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ താഴോട്ട് പോകണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയോ നിഖിൽ? വേറെ ഒന്നുമല്ല, ബൈ ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് സപ്ലൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹയർ റേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. സെല്ലർ നമുക്ക് തരാൻ തയ്യാറാണ്. അപ്പൊ ഈ FIIs സെല്ലേഴ്സായിട്ട് നേരെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ ഈ റേറ്റിൽ ഇങ്ങ് തരികയാണ്. അപ്പൊ ഈ സെല്ലേഴ്സിന്റെ എണ്ണം കുറയണമെന്ന് വിചാരിക്കാം, FII സെല്ലിങ്ങിന്റെ എണ്ണം കുറയുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ആവശ്യമുള്ള ഷെയർ ബൈ ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ സെല്ലേഴ്സ് അധികം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് സെല്ലേഴ്സിനെ മോഹിപ്പിക്കണം. മോഹിപ്പിക്കാൻ നമ്മൾ റേറ്റ് മുകളിലേക്ക് ഇട്ട് ചോദിക്കും. 10 രൂപയുടെ സാധനമല്ലേ, 11 രൂപ തരാം, 12 രൂപ തരാം. അവിടെ സെല്ലിംഗ് നടക്കുമ്പോഴാണ് 10 രൂപയുടെ സ്റ്റോക്ക് 12ലേക്ക് പോകുന്നതും മാർക്കറ്റ് കയറുന്നത്. അപ്പൊ സെല്ലിങ്ങും ബൈയിങ്ങും മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന പ്രത്യേകതയാണ്. ബട്ട് എത്ര സെല്ലേഴ്സ് ഉണ്ട് അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര ബയേഴ്സ് ഉണ്ട് അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര സെല്ലേഴ്സ് ഉണ്ട് എന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോ താഴേക്ക് പോകുന്നതോ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? വിഷ്ണു, നിഖിൽ, സോറി, അതിന് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു കാര്യം. അതായത് ഇന്ത്യയുടെ നമ്മൾ ബാക്കിയുള്ള നിഫ്റ്റിയുടെ സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോഴേ ഇന്ത്യ വിക്സ്, അതായത് വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ക്രീപ്പിംഗ് അപ്പ്. അതായത് ഞാൻ നോക്കുമ്പോൾ 4.19% ആണ്. അത് നമ്മളിപ്പോൾ ഒക്ടോബർ ലോവർ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 10.05 ആണ്. ആ 10.05 ഒക്ടോബർ ലോവർ ലെവലിൽ നിന്ന് 25% കയറി 12.67% ആയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് വോളറ്റിലിറ്റി ഇൻഡെക്സ് സൈഡിൽ കൂടി ഒന്ന് ക്രീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണു എന്നുള്ള. പക്ഷേ അതിൽ പേടിക്കാനൊന്നുമില്ല. കാരണം എന്നറിയോ, ഈ വോളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യണമെന്നറിയോ? അതായത് 12 താഴെയാണെങ്കിൽ വളരെ കാം എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12 തൊട്ട് 16 വരെ ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റേബിളാണ്, നോർമലാണ്, അതിനകത്ത് പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. ഈ 16 കട്ട് ചെയ്തൊക്കെ പോയി 20 മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടില്ല. വിത്തിൻ ലിമിറ്റ്സ് തന്നെയാണ് നിൽക്കുന്നത്. 12.67% എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഒരു ഫിയർ സോണിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ക്രീപ്പ് ചെയ്യുന്നു, അതിലൊരു കണ്ണ് വെക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമുക്കറിയാലോ, മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏർണിങ്സ് ഏതാണ്ട് മെയിൻ ഒക്കെ വന്ന് ഇന്ന് M&M SBI ഒക്കെ ഒന്ന് വരികയാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അദാനി എന്റർപ്രൈസ്, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കമ്പനീസ് പുറത്ത് കിടക്കുന്നത്. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോറിൻ ബ്രോക്കറേജ് ആയിട്ടുള്ള കമ്പനികളുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെഫ്രീസിന്റെ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ അവർ പറയണമെന്ന് വെച്ചാൽ 2/5 of the companies
2/5 of the companies saw ഏർണിങ്സ് അപ്ഗ്രേഡ് ഈ സീസണിൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്കയുടെ തന്നെ മറ്റൊരു ഫോറിൻ ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ട് വന്നേക്കണേ. അവർ പറഞ്ഞു തന്നെന്നറിയോ, ഏർണിങ്സ് പല കമ്പനിയുടെയും മൈൽഡ്ലി അഹെഡ് ഓഫ് എക്സ്പെക്ടേഷൻസ്, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബോട്ടം ലൈൻ എന്താണ്, ഈ ഏർണിംഗ് സീസൺ മോശമായിരുന്നില്ല, ഭേദമായിരുന്നു എന്നുള്ളൊരു ഫൗണ്ടേഷനിലാണ് കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിൽ ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ സിമെൻറ്റ് കമ്പനീസിൻ്റെ റിസൾട്ട്സ് വളരെ നല്ല രീതിയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഗുജറാത്ത് അംബുജയുടെയൊക്കെ ബമ്പർ റിസൾട്ടായിരുന്നു, ഓറിയൻ സിമെൻസിൻ്റെയൊക്കെ നല്ലതായിരുന്നു. പൊതുവേ സിമെൻറ്റ് സെക്ടറിന് നല്ല രീതിയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നാമത്തെ കാര്യം, ഇത് വരാൻ കാര്യം എന്താ, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഒരു ലോവർ ബേസ് എഫക്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ഏർണിങ്സിൽ കൊണ്ടുവന്നു. ഒന്ന്, സിമെൻറ്റ് കമ്പനീസ് എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൈസ് കൂട്ടി. മൂന്നാമത് GST കട്ട് വന്നു. ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട്. നല്ല ഏർണിങ്സ് ആണ്. അത് മാത്രമല്ല, സിമെൻറ്റ് കമ്പനികൾ കൺസോൾഡേറ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഔട്ടും എല്ലാം കുറേ ആദിത്യ ബിർളയുടെ കീഴിൽ, കുറേ അഡാനിയുടെ കീഴിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളും ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നാൽ നമ്മൾ ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ് ആണ്. ഞാൻ ഒരു 1 മന്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് BSE 500 വേഴ്സസ് സിമെൻറ്റ് കമ്പനീസ് നമുക്ക് നോക്കാം. BSE 500 ലാസ്റ്റ് 1 മന്ത് അത് ഡെലിവറി ചെയ്തത് 2.7% പോസിറ്റീവ് റിട്ടേൺ ആണ്. ഏതാ BSE 500. എന്നാൽ അൾട്രാടെക് സിമെൻറ്റ് -0.7% ഡൗൺ ആണ്. അംബുജ 0.86% അപ്പാണ്, ചെറുതായിട്ട്. ശ്രീ സിമെൻറ്റ് -4.27% ഡൗൺ ആണ്. JK സിമെൻറ്റ് -7% ഡൗൺ ആണ്. അതായത് ആ സെക്ടർ നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരുമ്പോൾ ആ സെക്ടറിന് നല്ല രീതിയിലുള്ള എല്ലാ പോസിറ്റീവ് ടെയിൽ വിൻഡ് ഉള്ളപ്പോഴും BSE 500 ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴും സിമെൻറ്റ് കമ്പനീസ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. പ്രൈസസ് ആർ ഓൾസോ കൺസോൾഡേറ്റിംഗ് ജസ്റ്റ് ലൈക്ക് ഇൻഡസ്ട്രി. വിൽ ദിസ് ബി ദ നെക്സ്റ്റ് വാല്യൂ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊരു റെക്കമെൻഡേഷനോ സജഷനോ അഡ്വൈസോ ആയിട്ട് കാണരുതെന്നേ ഉള്ളൂ. കാര്യം ഈ സിമെൻറ്റിൻ്റെ ഇനി അഡീഷണൽ കപ്പാസിറ്റീസ് വരുന്നത് എപ്പോഴായിരുന്നു അറിയോ, 2027-2030 കാലഘട്ടത്തിലാണ്. ഇനിയുള്ള കുറച്ച് കാലത്തേക്ക് അഡീഷണൽ ആയിട്ട് വലിയ കപ്പാസിറ്റീസ് വരുന്നുമില്ല. എന്നാൽ സിമെൻറ്റ് കമ്പനീസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയുക, കൺസോൾഡേറ്റ് ചെയ്യുന്നു. GSTയുടെ ബെനിഫിറ്റ് വരുന്നു. സിമെൻറ്റ് കമ്പനീസിൽ ഈ പറയുന്ന പോലെ ഒരു ലോവർ ബേസ് എഫക്റ്റ് ഉണ്ടാവുന്നു. ഇതെല്ലാം കാരണം കൊണ്ട് ഇവിടെ ഒരു പോക്കറ്റ് ഓഫ് വാല്യൂ ഇമർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതൊന്ന് വാച്ച് ഔട്ട് ഫോർ ദ സിമെൻറ്റ് കമ്പനീസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭാരതീയും ടൈറ്റനും നല്ല റിസൾട്ട് കൊണ്ടുവന്നു. ഇന്ന് M&Mനെ ഒന്ന് നോക്കണം. ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. മാരുതിയുടെയും മറ്റുള്ള കമ്പനികളുടെയും ടാറ്റയുടെയൊക്കെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ M&Mന് നല്ലതാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുമല്ല IT ഇൻഡെക്സിനെയും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് സ്പോട്ട്ലൈറ്റിലേക്ക് പോകാം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിക്കുന്നത്, നമ്മൾ ഈ സബ്മറീനൊക്കെ ഇല്ലേ, ഈ സബ്മറൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, വളരെ ഡീപ് സീ പ്രഷറിൽ പോകുന്ന ഒരു എന്താ പറയുക ഒരു വെഹിക്കിളാണ് അല്ലേ. വളരെ ഡീപ് സീയിൽ പോകുന്നു. അതുമാത്രമല്ല ഈ കൊറോസീവ് സോൾട്ട് വാട്ടറൊക്കെ അതിൻ്റെ സബ്മറൈനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സബ്മറൈനിൽ പല കമ്പോണൻസും, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് കമ്പോണൻസും ഈ പ്രഷറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഏതൊക്കെ പ്രഷർ? ഈ ഡീപ് സീയുടെ പ്രഷർ, ഈ സാലിനിറ്റി, അല്ലെങ്കിൽ ആ സോൾട്ട് വാട്ടർ എഫക്റ്റ് ഒക്കെ അഫക്റ്റ് ചെയ്യാതിരിക്കുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ കമ്പോണൻസ് ഉണ്ടാക്കേണ്ടത് ആണ് ഒരു കാര്യം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ പ്രസിഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നോക്കാം, ചന്ദ്രയാൻ 3 ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂൺ ലാൻഡിങ് സംഭവിച്ചു അല്ലേ. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള മൂൺ ലാൻഡിങ് സംഭവിക്കുമ്പോൾ ഈ ചന്ദ്രയാനിലുള്ള എന്തോരം പാർട്സും കമ്പോണൻസും ഒക്കെ ഒരു സ്പേസ് ലൈക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അങ്ങനത്തെ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കമ്പോണൻസ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ, ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പം നമുക്കറിയില്ല, ഈ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ഈ പറയുന്ന പോലെ റിപ്പബ്ലിക് ഡേക്ക് ഈ സുക്കോയ് ജെറ്റ്സ് ഒക്കെ അങ്ങോട്ട്, ഈ ജെറ്റിലൊക്കെ ഇത്രയും ഹീറ്റും സ്പീഡും ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കമ്പോണൻസ് വേണം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ന്യൂസ് കേൾക്കുന്നു, ഒഡീഷ തീരങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ ടെസ്റ്റ് ചെയ്തു. ഈ മിസൈൽസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സെൻസിറ്റീവ് ക്രിട്ടിക്കലായിട്ടുള്ള കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഒരുപാട് നമുക്കറിയാലോ ലോട്ട് ഓഫ് പാർട്സ് ആൻഡ് കമ്പോണൻസ് ഗോ ഇൻ ടു ദീസ് കൈൻഡ് ഓഫ് സബ്മറീൻസ്, അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സുക്കോയ് എയർക്രാഫ്റ്റ് എന്നൊക്കെയുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രയാൻ പോലത്തെ ഒരു സ്പേസ് എക്സ്പ്ലോറേഷനിലൊക്കെ ഈ പറയുന്ന പോലെ കുറേ ക്രിട്ടിക്കൽ കമ്പോണൻസ് യൂസ് ചെയ്യുന്നു. ഈ ക്രിട്ടിക്കൽ കമ്പോണൻസിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മെറ്റൽ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഒരു മോൾഡിൽ, അതായത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കും. അതിലേക്ക് മെറ്റൽ മെൽറ്റ് ചെയ്ത് ഒഴുക്കി, ആ മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷേപ്പാണെന്ന് വിചാരിക്കുക, അതിലേക്ക് മെറ്റൽ മോൾഡ് ചെയ്ത് ഒഴുക്കി അതേ ഷേപ്പിലാണ് നമ്മൾ ഈ കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാസ്റ്റിംഗ് ആണ് നമ്മൾ അതിനെ പറയുന്നത്. കാസ്റ്റ് ചെയ്ത് കമ്പോണൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു യൂസിനൊക്കെ ഈ മെറ്റൽ എന്ന് പറയുന്നത് സ്റ്റീൽ മതി. കാസ്റ്റ് ചെയ്ത് ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കി നമ്മൾ എവിടെയൊക്കെയാണ്, അതായത് നമുക്കൊരു സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് ഇന്ന ഷേപ്പിൽ വേണം, അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ മെറ്റൽ മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നു, ആ ഷേപ്പിൽ ഉണ്ടാക്കുന്നു, നമ്മൾ അതെടുത്ത് ഫിറ്റ് ചെയ്യുന്നു. കൂടുതലും നമ്മൾ എവരിഡേ ലൈഫിന് നമ്മൾ സാധാരണ സ്റ്റീൽ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ക്രിട്ടിക്കലായിട്ടുള്ള കമ്പോണൻസ് ഡിമാൻഡിങ് ആൻഡ് ചലഞ്ചിങ് സിറ്റുവേഷനിൽ വരുമ്പോൾ സ്റ്റീൽ പോവാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ലിസ്റ്റഡ് കമ്പനി ഈ മെറ്റൽ ആൻഡ് കാസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റൽ, ഈ സ്റ്റീലിന് പകരമേ ഈ ഹൈ ടെമ്പറേച്ചർ മെറ്റൽസ് ഉണ്ട്. ഈ ഹൈ ടെമ്പറേച്ചർ മെറ്റൽസ് പറയുമ്പോൾ ടൈറ്റേനിയം, നിക്കൽ, കോബാൾട്ട് അലോയ്സ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മിഷൻ ക്രിട്ടിക്കൽസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ. അപ്പോൾ ആ മെറ്റലിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റൽസിൻ്റെ കാര്യം എന്താ, 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ഹീറ്റ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കൊറോസീവ് എൻവയറോൺമെൻറ്റിനൊക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹൈ സ്ട്രെസ്സൊക്കെ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ടൈറ്റേനിയം, നിക്കൽ, കോബാൾട്ട് അലോയ്സ് ആണ് നമ്മൾ സ്റ്റീലിന് പകരം സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിൽ എന്താ പറയുക, ആ മോൾഡിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഈ വക സാധനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജെറ്റ് എൻജിൻസ്, മിസൈൽസ്, ഡിഫൻസ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഗ്യാസ് ടർബൈൻസ്, ന്യൂക്ലിയർ പ്ലാന്റ്സ്, ഹൈ പെർഫോമൻസ് ഓട്ടോ, ഇപ്പോൾ ഫോർമുല 1 കാർസൊക്കെ, ഇതിനൊക്കെ ഈ പറയുന്ന പോലെ സ്റ്റീൽ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതേപോലെ ഹൈ സ്ട്രെസ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റും ഈ ഡിമാൻഡിങ് കണ്ടീഷനും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടൈറ്റേനിയം, നിക്കൽ, കോബാൾട്ട് അലോയ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബട്ട് ഈ മെറ്റലുകളെ നമ്മൾ മെൽറ്റ് ചെയ്യാനും അതിനെ മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്യാനും നമുക്ക് ഈ സാധാരണ ഫൗണ്ടറീസിൽ ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക തരം ഫൗണ്ടറീസ് വേണം. ഒന്നാമത്തെ കാര്യം ഈ ടൈറ്റേനിയം എന്ന് പറയുന്നത്, ഈ ടൈറ്റേനിയം, നിക്കൽ ആൻഡ് കോബാൾട്ട് ആണല്ലോ പറഞ്ഞത്. ടൈറ്റേനിയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. അതുമാത്രമല്ല ഈ നിക്കലിന് ശരിക്കും പറഞ്ഞാൽ വാക്യൂം അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് നിക്കലിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ സാധാരണ ഫൗണ്ടറീസ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെൽറ്റിംഗ് ഫർണസസ് വേണം, സെറാമിക് മോൾഡ്സ് ഒക്കെ വേണം. ഈ പറയുന്ന പോലെ ടൈറ്റേനിയം, നിക്കൽ, ഈ പറയുന്ന പോലെ കോബാൾട്ട് അലോയ്സിനെയൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്യാനൊക്കെ ആ ഒരു കമ്പനി, അതായത് ഇതിൻ്റെ പ്രോസസ്സൊക്കെ പേറ്റൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഞാനൊരു ഡിസ്ക്ലൈമർ വീണ്ടും പറയുന്നു, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പിഞ്ച് ഓഫ് സോൾട്ടോട് കൂടി തന്നെ എടുക്കണം എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചെറിയൊരു അലൊക്കേഷൻ ആണെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് വലുതായത് കാരണം ഇതൊരു വലിയ അലൊക്കേഷനായി മാറി എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിനകത്തൊരു ബയസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ഡിസ്ക്ലൈമറോടുകൂടി തന്നെ തുടങ്ങുന്നു. ഈ കമ്പനിയുടെ പേരാണ് PTC ഇൻഡസ്ട്രീസ്. അതായത് 1963 തുടങ്ങിയ കമ്പനിയാണ്. പ്രസിഷൻ ടൂൾസ് ആൻഡ് കാസ്റ്റിങ്സ്, അതിനാണ് PTC എന്ന് പറയുന്നത്. PTC ആണ് ഈ കമ്പനീസ് ചെയ്യണത്. അവർക്ക് ഈ പറയുന്ന പോലെ ഇതൊക്കെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു പേറ്റൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പലതും ട്രേഡ് മാർക്ക്ഡ് ആണ് എന്നുള്ള. ഇപ്പോൾ റെപ്ലികാസ്റ്റ്, ഈ എയറോസ്പേസ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ റെപ്ലികാസ്റ്റ് അത് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് കാസ്റ്റ് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3D പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഹൈ പ്രസിഷൻ ആയിട്ടുള്ള പ്രോസസ്സും കമ്പോണൻസും ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നുള്ളതാണ്. ഇവരെ ക്ലയൻറ്റ് ലിസ്റ്റിനെ നമുക്ക് നോക്കി അറിയാം. UK ബേസ്ഡ് ആയിട്ടുള്ള റോൾസ് റോയ്സ്, ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള സീമെൻസ്, പിന്നെ സഫ്രാൻ ഫ്രാൻസ്, അമേരിക്കയുടെ GE,
പിന്നെ നമ്മുടെ ബ്രഹ്മോസ് എയറോസ്പേസ്, ഇതൊക്കെ ഇവരുടെ ക്ലയൻസ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അൽസ്തോം, കൈനിക്കോ ഒക്കെ ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റ്. അതായത് ഇംപ്രസീവ് ആയിട്ടുള്ള വളരെ മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് എക്സ്പോർട്സ് ആണ് ഇവരുടെ മെയിൻ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കേണ്ടത് എന്നുള്ളതാണ്. നാളെ ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ കമ്പോണൻസ് ശരിക്കും പറഞ്ഞാൽ ഫോർമുല 1 കാർസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. കാര്യം അത്രയ്ക്ക് മാത്രം ശരിക്കും പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മെറ്റലർജി കമ്പനിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണെന്നുള്ളതാണ്. വളരെ വലിയ ഹൈ എൻട്രി ബാരിയർ ഉള്ള ബിസിനസ് ആട്ടോ. എല്ലാവർക്കും ചേർന്ന് ഇത് തുടങ്ങാൻ പറ്റില്ല. വളരെ ഹൈ എൻട്രി ബാരിയർ ഉള്ള ബിസിനസ് ആണെന്നുള്ളത്. അതായത് സൂപ്പർ ക്രിട്ടിക്കൽ കമ്പോണൻസ് ആണിത്. ഇത് ഉണ്ടാക്കാൻ അങ്ങനെ എല്ലാവർക്കും ഇത് പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവരുടെ ഏതാണ്ട് 75% എക്സ്പോർട്ട് ടു ഗ്ലോബൽ കസ്റ്റമേഴ്സ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവരുടെ കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് എനിക്കൊരു 2024 മുതൽ 25 വരെ ഇവരെ നോക്കുകയാണെങ്കിൽ ഇവരുടെ റവന്യൂ ഒക്കെ 23% ഇവർക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 68% ആണ് ലാസ്റ്റ് ഒരു കൊല്ലം ഗ്രോ ചെയ്യണമെന്നല്ല. ഇവരുടെ മാർജിൻസ് ഒന്നും ഏതാണ്ട് സ്റ്റേബിളാണ്, 32% നിലനിൽക്കുന്നു എന്നുള്ളത്. ഈ കമ്പനീസിന് ശരിക്കും പറഞ്ഞാൽ ബോറോയിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു 2024 182 കോടി ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 61 കോടിയായിട്ട് ഇവരുടെ കടം അല്ലെങ്കിൽ ബോറോയിങ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ക്യാഷ് ബാലൻസ് എന്നാൽ 2024 158 കോടി ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറഞ്ഞ് അതിപ്പോൾ കൂടി 382 കോടിയായി എന്നുള്ളത്. അപ്പോൾ നല്ല ക്യാഷ് ബാലൻസ് ഉണ്ട്, ഡെപ്റ്റ് വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ കമ്പനി നിൽക്കുന്നത്. നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു FY25 ഇവർക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 14 കോടിയുണ്ട്. അതായത് നെറ്റ് ക്യാഷ് ഫ്ലോ 55 കോടി. എനിക്ക് തോന്നുന്നു ഇവരുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പഠിച്ചപ്പോഴാണ്. ഇവരുടെ റിട്ടേൺ റേഷ്യോസ് ശരിക്കും പറഞ്ഞാൽ ROC നോക്കുകയാണെങ്കിൽ 7% ഉള്ളൂ. അതൊരു കുറവാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി 6% ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇവരെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിന് ഏതാണ്ട് 59.8%, 60% വരെ അടുത്തൊരു ഹോൾഡിംഗ് ഉണ്ട്. FIIസിന് 3.4%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 7.7%, റീറ്റെയിലേഴ്സ് 29.1% ആണ്. ഇത് മാർച്ച് 2020 120 രൂപയായിരുന്നു. അതായത് 5-5.5 കൊല്ലം മുമ്പേ. ആ 120 കൊല്ലത്തിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 17,258 രൂപയായ ഒരു സ്റ്റോക്കാണ് ഇതെന്ന് പറയാൻ. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 25,860 ആയി. അൺനാച്ചുറൽ ആയിട്ടുള്ള കോസ്റ്റ്ലി വാല്യുവേഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 238 ടൈംസ് PE-യിലാണ് അത് ട്രേഡ് ചെയ്യണേന്നുള്ളതാണ്. പക്ഷേ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഗുഡ് ബിസിനസ്സസ് മേ നോട്ട് ബി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല പ്രൈസിൽ മാത്രമേ, നല്ല ബിസിനസ് നല്ല പ്രൈസിൽ മാത്രമേ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവുള്ളൂ എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഇവരെ സംബന്ധിച്ച് ദേ ആർ ദ ഓൺലി പ്രൈവറ്റ് കമ്പനി ടു കമ്മീഷൻ വാർ ഫർണസ്, അതായത് വാക്യൂം ആർക്ക് റീമെൽറ്റിംഗ് ഫർണസ്, അതായത് VAR ഫർണസ് ഓൺലി ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനിയാണ്. ഇവർക്ക് 5200 TPA ടൈറ്റേനിയം കപ്പാസിറ്റി FY26 Q4 ഇവർക്ക് ഓപ്പറേഷണലായി വരും എന്നുള്ളതാണ്. ഈ കമ്പനി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്കാണ്, ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലോ പോർട്ട്ഫോളിയോ മാനേജറിൻ്റെ അഡ്വൈസിലോ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഞാനിത് അവതരിപ്പിച്ചത് വേറൊരു തീമിന് വേണ്ടിയിട്ടാണ്. അതായത് ചില സമയത്ത് നമ്മൾ ചില സ്റ്റോക്സിന് നമ്മൾ മേടിക്കാനിരിക്കുമ്പോൾ അത് കോസ്റ്റ്ലി ആണ്, അത് ചീപ്പായിട്ട് നമ്മൾ മേടിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് എന്നും കോസ്റ്റ്ലി ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ആ കോസ്റ്റ്ലി ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അത് ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ ഈ ബിസിനസ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് എന്നേക്കുമായി കോസ്റ്റ്ലി ആയിട്ട് തന്നെ നിന്നേക്കാം. പക്ഷേ അല്ലാത്ത ബിസിനസ്സുകൾ ഇതേപോലെ കോസ്റ്റ്ലി ആയിട്ട് ട്രേഡ് ചെയ്യും. വേറൊരു ബിസിനസ്സിന് അവരുടെ ആ ഒരു ബേസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞ് PTC ഇൻഡസ്ട്രിയെ സൂക്ഷിക്കേണ്ടെന്നല്ല, സൂക്ഷിക്കുക തന്നെ വേണം. അതൊരു വളരെ വലിയ PE-യിലാണ് അത് ട്രേഡ് ചെയ്യണം എന്നുള്ളത്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ, നെഗറ്റീവ് ന്യൂസ് വരണമെങ്കിൽ ഈ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യും എന്നറിയില്ല. എൻ്റെ ഡിസ്ക്ലോഷർ ഞാൻ പറഞ്ഞു, ഡിസ്ക്ലെയിമർ ഞാൻ പറഞ്ഞു. സോ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓവർ ടു യു നിഖിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളായിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ നൽകിയിരിക്കുന്നതല്ല. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്ന മുമ്പ് തീർച്ചയായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടിയതിന് ശേഷം മാത്രമേ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.